30 രൂപ റേഞ്ചിൽ ഈ ഗ്രോ ബാഗ് വീട്ടിൽ കിട്ടും. വിത്ത് വളം വീട്ടിൽ കിട്ടും എന്ന് പറയുന്നത് ഒരു വിപ്ലവം തന്നെയാണ്. ഞാനല്ല എൻ്റെ കയ്യിരിക്കുന്ന ഗ്രോ ബാഗ് നിങ്ങൾക്കൊക്കെ അറിയാം. ഇതിൻ്റെ വില എത്ര? 20 രൂപ ആണ് റേറ്റ്. 15 രൂപ 20 രൂപ റേറ്റ് ആണ്. ഇവിടെ ഗ്രോ ബാഗും അത് നിറച്ചു വളവുമായിട്ട് നമ്മുടെ സഭീഷണം വന്നിരിക്കും. 30 രൂപയ്ക്ക് അങ്ങോട്ട് തരും. 30 രൂപയ്ക്ക് രഞ്ജിത്തിന് മാത്രമല്ല, നാട്ടിൽ ആര് ചോദിച്ചാലും കൊടുക്കും. 20 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഈ സാധനം ഇത്രയും നിറച്ച് നോക്കിയാൽ മുതണ്ട നിറച്ചു വെച്ചിരിക്കുക. നിറഞ്ഞിരിക്കുന്ന ഈ വളവും കൂടി മിക്സ് ചെയ്ത് ഈ 30 രൂപ കൊടുക്കുന്നത് എന്താ നേട്ടം? രഞ്ജിത്തെ നേരത്തെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഇത് മാലിന്യം കൊണ്ടുണ്ടാക്കിയ മാണിക്കാണ്. എനിക്കിതിനകത്ത് 10 രൂപ കിട്ടിയാൽ മതി. 10 രൂപ എന്റെ പണിക്കാശ് ഒരു 10 രൂപ. എനിക്കിത് ബൾക്കായിട്ട് നിങ്ങൾ മേടിക്കുമ്പോഴാണ് 20 രൂപ. ഞാനിത് ബൾക്കായിട്ട് മേടിച്ചാൽ എനിക്ക് 10 രൂപയ്ക്ക് കിട്ടും. 24, 24, 40 ഇതിന്റെ വലിപ്പം കണ്ടല്ലോ. 24, 24, 40 സൈസ്. എനിക്കിത് 10 രൂപയ്ക്ക് കിട്ടും. ഒരു കള്ളത്തരവും ഇല്ല. 10 രൂപ കിട്ടും. 10 രൂപ എനിക്ക് എന്റെ പണിക്കാശ് വെച്ച് ഞാൻ പണിക്കാരെ നിർത്തിയല്ല ഇത് ചെയ്തിട്ടുണ്ട്. 20 എന്റെ വളം എന്റെ മാലിന്യത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ മാണിക്കാണ്. അതിന് 10 രൂപ. എനിക്കത് മതി, ലാഭം വേണ്ട. ഇത് കണ്ടല്ല, നോക്കിയേ, നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രോ ബാഗാണിത്. ഈ ഗ്രോ ബാഗിന് ഇന്ന് 20 രൂപ മാർക്കറ്റിലെ ഗ്രോ ബാഗ് ഇതുപോലെ ഫുള്ള് നല്ല ജൈവ വളം നിറച്ച ഈ ഗ്രോ ബാഗ് നിങ്ങളുടെ വീട്ടിൽ കിട്ടാൻ എത്രയാണെന്ന് അറിയാവാ? 30 രൂപയ്ക്ക്. അത് കണ്ട, ഈ ഇരിക്കുന്ന ഫുള്ള് കണ്ട, ഇത് 33 എണ്ണം ആയിരിക്കുന്നത്. ഈ 33 എണ്ണം 1000 രൂപയ്ക്ക് വീട്ടിൽ കിട്ടും. എൻ്റെ പ്രേക്ഷകർ എന്ന് പറയുന്ന ചേർത്തക്കാർ മാത്രമല്ല, ഓൾ കേരള ഉള്ള പ്രേക്ഷകരാണ്. നമുക്ക് അതിനൊരു പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും. അതെ, നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ അരൂരിൽ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് വന്നാൽ നമുക്ക് അങ്ങോട്ട് ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഇത്തിരി വലിയ വണ്ടിയൊക്കെ കയറ്റി ആ ഉണ്ടാകുന്ന ട്രാൻസ്പോർട്ടിങ് ചാർജ് ഒന്ന് ഷെയർ ചെയ്താൽ നമുക്കൊരു ഗ്രോ ബാഗിന് ചിലപ്പോൾ ഒരു 5 രൂപ കൂടി അഡീഷണൽ ട്രാൻസ്പോർട്ടിങ്ങിൽ വരാം. അതുകൂടി ചേർത്താൽ നമുക്ക് എവിടെ വേണേൽ കൊടുക്കാം. ഗ്രോ ബാഗ് 80 90 രൂപയ്ക്കാണ് സാധാരണ കൃഷിഭവനും സബ്സിഡിയൊക്കെ കൂടിയൊക്കെ കൊടുക്കുന്നത്. ഇത് ഒരു സബ്സിഡി ഇല്ല, ഒരു സർക്കാരിന്റെ ഒരു രൂപയില്ല, ഒരാളുടെ CSR ഇല്ല. ഞാൻ ഉണ്ടാക്കിയ മാലിന്യത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഈ മാണിക്യവും ബൾക്ക് പർച്ചേസ് നമ്മുടെ കഷ്ടപ്പാട് ഇതിനകത്തുണ്ടല്ലോ. നമ്മൾ കഷ്ടപ്പെടണമല്ലോ, ജീവിതം കഷ്ടപ്പെടണം. എല്ലാം കൂടി ചേർക്കുന്നതിന്റെ റിസൾട്ട് ജനങ്ങൾക്ക് കിട്ടും. ഇവിടെ മൗനമായ ഒരു കാർഷിക വിപ്ലവം കൂടി തുടങ്ങി വെക്കുകയാണ്, ആരംഭം കുറിക്കുകയാണ്. സാധാരണ ഇത് ഗ്രോ ബാഗ് നടക്കുമ്പോൾ കരികില വെക്കാനൊക്കെ പറയും. അതുകൊണ്ട് ഈ സാധാരണ ഇപ്പൊ നഗരപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈ കരികില തിരക്കി പോകണം, മണ്ണ് തിരക്കി പോകണം, വലിയ പ്രശ്നമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, ഇത് നമ്മുടെ വളം പകുതി വളമാണ്. അടിയിൽ നമ്മൾ ഫില്ലറാണ്. ഫില്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരികിലയും മറ്റു സാധനങ്ങളും എല്ലാം മിക്സ് ചെയ്ത് എയറേഷൻ ആണ്. നമ്മുടെ ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം പറഞ്ഞുതരാം. നല്ല വേരോട്ടം കിട്ടും ഇതിന്. കാര്യം നമുക്ക് ലൂസ് ടൈപ്പ് അല്ലേ, വെള്ളം കൂടി ചേർന്ന് നല്ല വേരോട്ടം കിട്ടും. രണ്ടാമത്തെ നല്ല എയറേഷൻ കിട്ടും. നമ്മൾ മണ്ണ് കളച്ചു കൊടുക്കുന്നത് എന്തിനാ? എയറേഷൻ ഉണ്ടാകാൻ. ഗ്രോ ബാഗിന് മിക്കവാറും സംഭവിക്കുന്നത് ഇത് നല്ലൊരു പശമണ്ണായതുകൊണ്ട് മിക്കവാറും ഇതൊരു കല്ല് കട്ട പോലെ ആയിപ്പോകും. ശരിയല്ലേ? ആദ്യത്തെ ഇത് പെർഫോമൻസ് നല്ലതായിരിക്കും, പിന്നീട് വേരിനോടാൻ പറ്റാം. വെണ്ടയ്ക്കായാലും തക്കാളിയായാലും വേരിനോട്ടം കിട്ടത്തില്ല. നമ്മുടെ ഇതിന്റെ പ്രത്യേകത നല്ല ഒന്നാന്തര എയറേഷൻ ഉണ്ടാവും. അത്ര നല്ല ഇതായിട്ട് കിടക്കുന്നത്, പൊടി പരുവത്തി കിടക്കുന്നത് ഒന്നാന്തര ഗുണമേന്മയുള്ള വളമാണ്. എല്ലാ മൂലകങ്ങളും ഉള്ള വളമാണ്. MBK ടെസ്റ്റ് പാസ്സായ വളമാണ്. അതിനടിയിൽ എയറേഷന് വേണ്ടി നമ്മൾ ഫില്ലർ വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ചെടി വളർന്നു വരുമ്പോൾ ആവശ്യത്തിന് വായു കിടക്കും. കിളച്ചു കൊടുക്കേണ്ട തെങ്ങിനൊക്കെ നമ്മൾ കിളച്ചു കൊടുക്കുന്നതിന് പകരം ഗ്രോ ബാഗ് കിളച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ഓൾറെഡി എല്ലാം സെറ്റായി കിടക്കുക. ആവശ്യത്തിന് മൂലകങ്ങളുണ്ട്. ഇത് നമ്മൾ ഇതിനകത്ത് നമ്മുടെ കയർപ്പിത്ത് ചകിരിച്ചോറ് ഇതിന്റെ അളവ് ആവശ്യത്തിന് കൂടുതലാണ്. 20-30% അന്ന് വളത്തിലിട്ട് കൊടുത്തു. ഇത് ഇതിനകത്തുണ്ട്. അതിന്റെ ഗുണം എന്താ? ഈർപ്പം പിടിച്ചു നിർത്തും. വെള്ളം ഒഴിക്കുക 2 ദിവസം നനച്ചില്ലെങ്കിലും ഇവൻ നിൽക്കും, ഈർപ്പം പിടിച്ചു നിർത്തും. അതുകൊണ്ട് എല്ലാ നിലയിലും നല്ല റിസൾട്ടോട് കൂടി നമുക്ക് ഈ ചേർത്തലയിൽ തുടങ്ങി വെക്കുന്ന ചേർത്തലയിൽ ആയതുകൊണ്ട് നമ്മളങ്ങനെ വന്നു പോകുന്ന കൃഷിമന്ത്രിയുടെ മണ്ഡലമായതുകൊണ്ട് കൂടി നമ്മളത് പറയുകയാണ്. ഇവിടെ വെക്കുന്ന ഒരു മൗനമായ വിപ്ലവമാണ് നടക്കാൻ പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്? നേരിട്ട് വന്നിട്ട് എത്ര ദിവസം നനയ്ക്കണമെന്നോ അങ്ങനെ വല്ലതും ഉണ്ട്? അതായത് ഞാനിപ്പോ ഇതിനകത്ത് ഇപ്പൊ ഈർപ്പം ഇല്ല, അത് നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ 5 മടങ്ങ് വെയിറ്റിലേക്ക് പോകും. ഇപ്പൊ ഒരു 3 കിലോ ഉണ്ടെന്ന് കണക്കാക്കി 15 കിലോയിലേക്കാ പോകാൻ. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കാത്തത്. വെള്ളം എവിടെയാ ഒഴിക്കേണ്ടത്? എവിടെയാണോ കൃഷി ചെയ്യുന്നത് അവിടെ ഒഴിക്കുക. ദിവസം കഴിഞ്ഞിടാം. നമുക്കൊരു 5-6 ദിവസം ഏത് വളം കിട്ടിയാലും, ഇത് മാത്രമല്ല ഏത് വളം കിട്ടിയാലും നനച്ചു കൊടുക്കണം. കാര്യം എന്താ? ഈ വളം എപ്പോഴും ഈ ചാക്കിലായിരിക്കും ഇരിക്കുക. അതിനകത്തൊരു ചൂട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ തമിഴ്നാട്ടിലെ കോഴിവളമാണെങ്കിലും നനച്ചു കൊടുക്കണമെന്ന് പറയാം. അതിനകത്ത് ചൂട് നമ്മുടെ തൈൻ്റെ ഒക്കെ വേരുകൾക്ക് അത്ര വലിയ ബലമുള്ളതല്ലല്ലോ. അത് ആ ചൂടിനെ അതിജീവിക്കില്ല. അതുകൊണ്ട് 4-5-6 ദിവസം ഇവിടെ നമ്മൾ കൈ കിട്ടിയാൽ നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന തൈ ഓൾറെഡി നമ്മൾ മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് നനക്കുന്നുണ്ടാവും. കർഷകർ അങ്ങനെയാണ്. അപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞ് തണുത്ത് ചൂടില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് വെക്കുന്നത്. വെക്കുമ്പോൾ ഇച്ചിരി മണ്ണുള്ള പ്രദേശമാണെങ്കിൽ കുറച്ച് മണ്ണ് വിതറിപ്പോകും. അതിന്റെ ശാസ്ത്രം ഇതാണ്. ഇതിനകത്ത് ഈർപ്പം കൂടുതലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. വെള്ളം ചരിച്ചോറ് ഈർപ്പം പിടിച്ചത്.
പക്ഷേ ഈർപ്പം കൂടുതൽ നിന്നാൽ നമ്മുടെ ഈ ചെറിയ തൈയുടെയൊക്കെ വേരുകൾക്ക് ആദ്യമേ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. ഓക്കെ, ചീഞ്ഞു അപ്പോൾ അത് ഒഴിവാക്കാൻ ഇച്ചിരി മണ്ണ് മുകളിൽ തുള്ളി കൊടുത്തു. പക്ഷെ ഇച്ചിരി വേര് പിടിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. നമ്മളൊരു 500 വീടുകളിൽ അടുക്കളത്തോട്ടങ്ങൾ ഈ മാസം സ്റ്റാർട്ട് ചെയ്യണം. അത് 500 വീടുകളിൽ അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ഒരു 33 ഭാഗം ഉണ്ടെങ്കിൽ ഒരു നല്ല തോട്ടമാണ്. ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടുക്കളത്തോട്ടം ഉറപ്പാണ്. ഈ പറയുന്ന 30 രൂപ, അതായത് 30 രൂപ റേഞ്ചിൽ ഈ ഗ്രോ ബാഗ് വീട്ടിൽ കിട്ടും. വിത്ത് വളം വീട്ടിൽ കിട്ടും എന്ന് പറയുന്നത് ഒരു വിപ്ലവം തന്നെയാണ്. അപ്പോൾ ഈ വിപ്ലവം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കാളിയാകാം. ഓക്കെ, താങ്ക് യു.